ഇതിനിടെ ഓപ്പറേഷൻ സിന്ദൂറിൽ സൈന്യത്തിന്റെ കരുത്തറിഞ്ഞതിന് പിന്നാലെ ഇന്ത്യയുമായി ചർച്ചയ്ക്ക് തയ്യാറാണെന്നുള്ള നിലപാട് പാക് പ്രധാനമന്ത്രി എടുത്തിരിക്കുന്നു. വെടിനിർത്തൽ കരാർ വന്നതിന് ശേഷവും ഇന്ത്യ ശക്തമായ നിലപാടുമായി മുന്നോട്ട് പോകുന്നതിനിടെയാണ് പാക് പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫിന്റെ പ്രതികരണം. ഭീകരവാദത്തെക്കുറിച്ച് മാത്രമേ പാകിസ്ഥാനുമായി ചർച്ചയുള്ളൂ എന്ന് വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ വ്യക്തമാക്കി. ഇന്ത്യ പാക് DGMO ചർച്ച ഞായറാഴ്ച നടക്കുമെന്ന് പാക് വിദേശകാര്യ മന്ത്രി ഇഷാഖ് ഥാറും അറിയിച്ചു. അതിനിടെ പാകിസ്ഥാൻ എയർഫോഴ്സിനെ പുകഴ്ത്തുന്ന വ്യാജ പോസ്റ്റ് ഏറ്റെടുത്ത് ഇഷാഖ് ഥാർ നാഷണൽ അസംബ്ലിയിൽ പ്രസംഗിച്ചു. कोई उसको कोई डैमेज नहीं हुआ, बट टू टॉक ऑफ कि वो खत्म हो गया, तो 6 जेट फाइटर्स इंडिया के गिराए गए, एक UAV गिराया गया, वो उनको ऑब्वियसली हजम नहीं हुआ. उसके बाद डिप्लोमेटिक, ये मैं नहीं कह रहा, ये टेलीग्राफ क्या लिखता है, पाकिस्तान एयरफोर्स इज अनडिस्प्यूटेड किंग ऑफ द स्काइज. अल्हम्दुलिल्लाह. രാഗേഷ് ചേരുന്നു വിവരങ്ങളുമായി. രാഗേഷ്, ഇതിനകത്ത് ചർച്ചയ്ക്ക് തയ്യാറാണ് എന്ന് പാകിസ്ഥാൻ പറയുമ്പോഴും ഇന്ത്യ നേരത്തെ തന്നെ നിലപാട് വ്യക്തമാക്കിയതാണ്. അത് പാകിസ്ഥാൻ അധീന കശ്മീരുമായി ബന്ധപ്പെട്ട് പാകിസ്ഥാനിലെ ഭീകരരെ കൈമാറുന്നതുമായി ബന്ധപ്പെട്ടൊക്കെയുള്ള വ്യവസ്ഥകൾ ഉണ്ടെങ്കിൽ ചർച്ചയ്ക്ക് തയ്യാറാണ് എന്നുള്ളൊരു നിലപാട് ഇന്ത്യ നേരത്തെ സ്വീകരിച്ചതല്ലേ? അത് പാകിസ്ഥാൻ അംഗീകരിക്കുന്നുണ്ടോ? ഇത് പാകിസ്ഥാന്റെ ടേംസിൽ ഈ ചർച്ച നടക്കണമെന്നുള്ളൊരു നിലപാട് പാകിസ്ഥാനുണ്ടോ? ഇത് സംബന്ധിച്ചൊക്കെ വരുന്ന വിവരങ്ങളിൽ ഇന്ത്യയുടെ നിലപാട് എത്രത്തോളം നിർണായകമാകും? അപർണ, ഓപ്പറേഷൻ സിന്ദൂറിന് ശേഷം വ്യോമസേന താവളങ്ങൾ സന്ദർശിച്ചത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയായിരുന്നു. പഞ്ചാബിലെ ആദംപൂർ സ്റ്റേഷൻ സന്ദർശിക്കുകയും സൈനികരുമായി പ്രധാനമന്ത്രി കൂടിക്കാഴ്ച നടത്തുകയും ചെയ്തിരുന്നു. അതിന് പിന്നാലെ ഇപ്പോൾ പാക് പ്രധാനമന്ത്രിയും സമാനമായ രീതിയിൽ വ്യോമസേന താവളങ്ങൾ സന്ദർശിക്കുകയാണ്. അങ്ങനെ ഇന്നലെ കമ്ര സ്റ്റേഷനിൽ, പഞ്ചാബ് പ്രവിശ്യയിലെ കമ്ര സ്റ്റേഷനിൽ വെച്ചാണ് ഇന്ത്യയുമായി ചർച്ചയ്ക്ക് തയ്യാറാണ് എന്ന് പാക് പ്രധാനമന്ത്രി ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത്. പക്ഷേ ഇതിനോട് ഇന്ത്യയുടെ പ്രതികരണം ഏതായാലും വന്നിട്ടില്ല. പക്ഷേ ഇന്ത്യയുടെ നിലപാട് ഇക്കാര്യത്തിൽ വ്യക്തമാണ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറും ഒക്കെ തന്നെ നിലപാട് പലപ്പോഴായി ആവർത്തിച്ചതാണ്. പ്രധാനമന്ത്രി ഇക്കാര്യത്തിൽ പറഞ്ഞിട്ടുള്ളത് 2 വിഷയങ്ങളിൽ മാത്രമായിരിക്കും പാകിസ്ഥാനുമായി ചർച്ച എന്നാണ്. അതൊന്ന് പാക് അധിനിവേശ കശ്മീരുമായി ബന്ധപ്പെട്ടുകൊണ്ടും മറ്റൊന്ന് ഭീകരവാദവുമായി ബന്ധപ്പെട്ടുകൊണ്ടുമാണ്. ഇന്നലെ വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറും നിലപാട് വ്യക്തമാക്കിയിട്ടുണ്ട്. അതായത് ഭീകരവാദത്തെക്കുറിച്ച് മാത്രമാണ് ഇപ്പോൾ പാകിസ്ഥാനുമായി ചർച്ചയ്ക്ക് തയ്യാറായുള്ളത്, മറ്റു കാര്യങ്ങളൊന്നും തന്നെ ചർച്ചയില്ല എന്ന് വ്യക്തമാക്കിയതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ പാക് പ്രധാനമന്ത്രി ഇപ്പോൾ ഇന്ത്യയുമായി ചർച്ചയ്ക്ക് തയ്യാറാണെന്ന് പറയുമ്പോൾ പോലും ഭീകരവാദം അടക്കമുള്ള വിഷയങ്ങളിൽ പാകിസ്ഥാന്റെ നിലപാട് എന്ത് എന്നുള്ള ചോദ്യം സ്വാഭാവികമായും ഇന്ത്യ ഉന്നയിക്കും. കാരണം ഭീകരവാദത്തിനെതിരെ ശക്തമായ നിലപാട് പാകിസ്ഥാൻ സ്വീകരിക്കണം. അങ്ങനെ ശക്തമായ നടപടി സ്വീകരിച്ച ഘട്ടത്തിൽ ചർച്ചയാകാമെന്നാണ് ഇന്ത്യയുടെ നിലപാട്. ആ നിലപാട് തന്നെ ഇന്ത്യ ഈ ഘട്ടത്തിൽ ആവർത്തിക്കാൻ തന്നെയാണ് സാധ്യത. മാത്രവുമല്ല, കടുത്ത നിലപാട് പ്രത്യേകിച്ച് പഹൽഗാം ഭീകരാക്രമണത്തിന് ശേഷം ഇന്ത്യ സ്വീകരിച്ചിരുന്നു. അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന് സിന്ധു നദീജല കരാർ സസ്പെൻഡ് ചെയ്ത നടപടിയായിരുന്നു. ഏതായാലും ആ തീരുമാനത്തിൽ നിന്ന് പിന്നോട്ടില്ല എന്ന് ഇന്ത്യ ആവർത്തിച്ചിട്ടുണ്ട്. ഒരുപക്ഷെ അത് വലിയ രീതിയിൽ പാകിസ്ഥാനെ ബാധിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് പാകിസ്ഥാനിലെ പഞ്ചാബ് പ്രവിശ്യയിലടക്കം കാർഷിക ആവശ്യത്തിനൊക്കെ തന്നെ ഈ നദിയിലെ വെള്ളമാണ് ആശ്രയിക്കുന്നത്. അതുകൊണ്ട് തന്നെയാകാം ഇപ്പോൾ ചർച്ചയാകാമെന്ന് അറിയിച്ചുകൊണ്ട് പാകിസ്ഥാൻ ഒരുപക്ഷെ ഈ ഘട്ടത്തിൽ മുന്നോട്ട് വരുന്നത്. ഏതായാലും അത്തരം വിഷയങ്ങളിൽ ചർച്ചയില്ല എന്ന് ഇന്ത്യ ആവർത്തിച്ചിട്ടുണ്ട്. അതായത് സിന്ധു നദീജല കരാർ അടക്കമുള്ളവ പുനഃപരിശോധിക്കില്ല. അങ്ങനെ പുനഃപരിശോധിക്കണമെങ്കിൽ പാകിസ്ഥാന്റെ ഭാഗത്തുനിന്ന് ഭീകരവാദത്തിനെതിരായ ശക്തമായ നിലപാട് സ്വീകരിക്കണം. ഇന്ത്യ ഇതിനോടകം തന്നെ ചില ഭീകരരുടെ പട്ടികയൊക്കെ തന്നെ പാകിസ്ഥാന് കൈമാറിയിട്ടുണ്ട്. അത്തരം കാര്യങ്ങളിലൊക്കെ തന്നെ നടപടി പാകിസ്ഥാന്റെ ഭാഗത്തുനിന്ന് വേണം എന്ന് തന്നെയാണ് ഇന്ത്യയുടെ നിലപാട് അറിയിച്ചിട്ടുള്ളത്. സ്വാഭാവികമായും ആ ഒരു നിലപാട് തന്നെ ഇന്ത്യ ആവർത്തിക്കാൻ തന്നെയാണ് സാധ്യത. ഏതായാലും നിലവിൽ സൈനിക തലത്തിൽ DGMO തലത്തിൽ മാത്രമാണ് ചർച്ച നടന്നിട്ടുള്ളത്. ആ ചർച്ചയെ തുടർന്നാണ് 10-ാം തീയതി വെടിനിർത്തൽ നിലവിൽ വന്ന് അതിനുശേഷം 12-ാം തീയതിയും ഇന്നലെയും ചർച്ച നടന്നു. ഇപ്പോൾ പാകിസ്ഥാൻ വിദേശകാര്യമന്ത്രി വ്യക്തമാക്കിയിരിക്കുന്ന കാര്യം 18-ാം തീയതി, അതായത് ഞായറാഴ്ച വീണ്ടും DGMO ചർച്ച നടക്കുമെന്നാണ്. പക്ഷേ ഇന്ത്യ ഏതായാലും അത്തരമൊരു ചർച്ച ഉണ്ട് എന്ന് അറിയിച്ചിട്ടില്ല. പാകിസ്ഥാൻ പറയുന്നത് ഇന്നലെ നടന്ന ചർച്ചയിൽ വെടിനിർത്തൽ 18 വരെ നീട്ടാൻ ധാരണയായി എന്നാണ്. പക്ഷേ ഇന്ത്യ ഇപ്പോൾ അറിയിച്ചിരിക്കുന്ന കാര്യം അതിർത്തിയിൽ ആത്മവിശ്വാസം ഉയർത്തുന്ന നടപടികൾ സ്വീകരിക്കാൻ DGMO തലത്തിൽ ഇതിനോടകം തന്നെ 10-ാം തീയതി നടന്ന ചർച്ചയിൽ തന്നെ ധാരണയായിട്ടുണ്ട്. അതുമായി മുന്നോട്ട് പോകും എന്ന നിലപാടാണ് ഇപ്പോൾ ഇന്ത്യ ഈ ഘട്ടത്തിൽ സ്വീകരിച്ചിരിക്കുന്നത്. ഏതായാലും മറ്റ് ചർച്ചകളിലേക്ക് കടന്ന കാര്യം ഔദ്യോഗികമായി തന്നെ ഇന്ത്യ ഇപ്പോൾ ഏതായാലും സ്ഥിരീകരിക്കുന്നില്ല. മറിച്ച് ഇന്ത്യ ആവർത്തിക്കുന്ന കാര്യം ഭീകരതയ്ക്കെതിരെ ശക്തമായ നിലപാട് സ്വീകരിക്കാൻ പാകിസ്ഥാൻ തയ്യാറാകണം. ആ ഘട്ടത്തിൽ ചർച്ചയാകാം. ഭീകരതയും ചർച്ചയും
ഒരുമിച്ച് മുന്നോട്ട് പോകില്ല എന്ന് തന്നെയാണ് ഇപ്പോൾ ഏതായാലും ഇന്ത്യയുടെ നിലപാട്. ഓക്കെ, രാകേഷ് ആണ് വിവരങ്ങൾ നൽകിയത്. ഇതിനിടെ കേണൽ സോഫിയ ഖുറേഷിക്കെതിരായ വിദ്വേഷ പരാമർശത്തിൽ മധ്യപ്രദേശ് മന്ത്രി വിജയ് ഷായുടെ രാജി ആവശ്യപ്പെടേണ്ട എന്ന തീരുമാനത്തിലേക്ക് BJP എത്തിയിരിക്കുന്നു. കോടതി തീരുമാനം അനുസരിക്കുമെന്ന നിലപാടാണ് മുഖ്യമന്ത്രി മോഹൻ യാദവ് അടക്കമുള്ള നേതാക്കന്മാർക്ക്. അതേസമയം വിംഗ് കമാൻഡർ വ്യോമിക സിംഗിനെതിരായ ജാതീയ പരാമർശത്തിൽ സമാജ്വാദി പാർട്ടി നേതാവ് രാം ഗോപാൽ യാദവിനെതിരെ വിമർശനം ശക്തമാകുന്നുണ്ട്. രാകേഷിലേക്ക് വീണ്ടും. രാകേഷ്, പോയി മാപ്പു പറയൂ എന്ന് സുപ്രീം കോടതി പറയുന്നിടത്ത് ധാർമ്മിക ഉത്തരവാദിത്തം ഏറ്റെടുത്തെങ്കിലും രാജി ഉണ്ടാകണമെന്ന് പ്രതിപക്ഷം പറയുന്ന ഒരു സാഹചര്യമുണ്ട്. പക്ഷേ അങ്ങനെ ഒരു നിലപാടിലേക്ക് കടന്നാൽ അത് കോൺഗ്രസിന് അനുകൂലമായി പോകും എന്നുള്ള ഒരു രാഷ്ട്രീയ തീരുമാനമാണോ BJP സ്വീകരിച്ചിരിക്കുന്നത്? അതുകൊണ്ടാണോ ഈ രാജി വേണ്ട എന്നൊരു തീരുമാനം സംസ്ഥാന BJP അവിടെ മുറുകെ പിടിക്കുന്നത്? അതെ പറഞ്ഞ വിജയ് ഷായ്ക്കൊപ്പം നിൽക്കാൻ തന്നെയാണ് BJPയുടെ തീരുമാനം. കാരണം ഇന്നലെ ഒരുപക്ഷെ രാജി ഉണ്ടായേക്കാം, രാജി ചോദിച്ചു വാങ്ങിയേക്കാം എന്ന സൂചനകളൊക്കെ തന്നെ ഉണ്ടായിരുന്നു. പക്ഷേ അങ്ങനെയല്ല എന്ന് വ്യക്തമാക്കുകയാണ് ഇപ്പോൾ BJP. ഇന്നലെ രാത്രി ഭോപ്പാലിൽ നിർണായക യോഗം ചേർന്നിരുന്നു. മുഖ്യമന്ത്രി ഒപ്പം തന്നെ BJP സംസ്ഥാന അധ്യക്ഷൻ VD ശർമ്മ തുടങ്ങിയവരൊക്കെ ഈ യോഗത്തിൽ പങ്കെടുത്തു. ഈ യോഗം കൈക്കൊണ്ട തീരുമാനം, ഇതിനോടകം തന്നെ ഹൈക്കോടതി ഈ വിഷയത്തിൽ ഇടപെട്ടിട്ടുണ്ട്. അപ്പോൾ ഹൈക്കോടതിയുടെ ഭാഗത്ത് നിന്ന് ഏതെങ്കിലും പരാമർശം ഉണ്ടായാൽ മാത്രം രാജിവെച്ചാൽ മതി, ഹൈക്കോടതി പറയുന്ന പോലെ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ നിലപാടിലേക്ക് BJP എത്തിച്ചേരുകയാണ്. കാരണം ഹൈക്കോടതി ഇതുവരെ രാജി ആവശ്യപ്പെട്ടിട്ടില്ല, മറിച്ച് വിമർശനം മാത്രമാണ് ഉണ്ടായിട്ടുള്ളത്. ഇത് കൂടാതെ ആദ്യം മുതൽ മന്ത്രി രാജിവെക്കണം, കേണൽ ഖുറേഷിക്കെതിരായ പരാമർശത്തിൽ മന്ത്രി രാജിവെക്കണമെന്ന ആവശ്യം ഉന്നയിച്ചത് കോൺഗ്രസ് ആണ്. അപ്പോൾ ഇപ്പോൾ രാജിവെച്ചാൽ അത് കോൺഗ്രസിന് രാഷ്ട്രീയമായി ആയുധമാകും, രാഷ്ട്രീയ വിജയമായി തീരും. അത് അംഗീകരിക്കേണ്ട കാര്യമില്ല എന്നാണ് BJPയുടെ നിലപാട്. അത് കൂടാതെ ഗോത്ര വിഭാഗത്തിനുള്ള നേതാവാണ് വിജയ് ഷാ. അപ്പോൾ അത് ഇത്തരമൊരു ഘട്ടത്തിൽ രാജി ചോദിച്ചു വാങ്ങുന്നത് പാർട്ടിക്ക് മറ്റു തലത്തിൽ ദീർഘകാലാടിസ്ഥാനത്തിൽ അത് ഗുണം ചെയ്യുന്ന നിലപാടും BJPക്കുണ്ട്. ഈ ഒരു സാഹചര്യത്തിലാണ് തൽക്കാലം രാജിവെക്കേണ്ടതില്ല നിലപാടിലേക്ക് ഏതായാലും സംസ്ഥാന ഘടകം, മധ്യപ്രദേശ് BJP ഘടകം എത്തിച്ചേർന്നിരിക്കുന്നത്. ഏതായാലും JP നഡ്ഡ ഈ വിഷയത്തിൽ റിപ്പോർട്ട് തേടിയിരുന്നു. JP നഡ്ഡ ദേശീയ നേതൃത്വത്തിന്റെ നിലപാട് എന്താണ് എന്നാണ് ഈ വിഷയത്തിൽ ഒരുപക്ഷെ നിർണായകമാകുക. ഏതായാലും നിലവിൽ ലഭിക്കുന്ന സൂചന അനുസരിച്ച് മന്ത്രിയെ സ്ഥാനത്ത് നിന്ന് മാറ്റാതെ തൽക്കാലം ഈ വിഷയം അധ്യായം അടയ്ക്കുക എന്ന നിലപാടിലേക്ക് തന്നെയാണ് BJP എത്തിച്ചേരുന്നത്. ഏതായാലും ഇതിനിടെ തന്നെയാണ് സമാജ്വാദി പാർട്ടി നേതാവ് രാം ഗോപാൽ യാദവിന്റെ പരാമർശവും വിവാദമായി തീരുന്നത്. കാരണം ഇന്നലെ UPയിലെ മൊറാദാബാദിൽ വിജയ് ഷാക്കെതിരെ പ്രസംഗിക്കുമ്പോഴാണ് ജാതീയ പരാമർശം രാം ഗോപാൽ യാദവിന്റെ ഭാഗത്തുനിന്നുണ്ടായത്. അതായത് കേണൽ ഖുറേഷിക്കെതിരെ പരാമർശം നടത്തുമ്പോൾ മറ്റ് രണ്ടു പേർക്കെതിരെ പരാമർശം വിജയ് ഷായുടെ ഭാഗത്തുനിന്നുണ്ടായില്ല. ഒരുപക്ഷെ അവരുടെ ജാതി ഏത് എന്നറിഞ്ഞിരുന്നെങ്കിൽ പരാമർശം ഉണ്ടാകുമായിരുന്നു. അതായത് രജ്പുത്ത് ആകുമെന്ന് കരുതിയായിരിക്കാം ഒരുപക്ഷെ അത്തരം പരാമർശം ഉണ്ടാകിരുന്നത്. പക്ഷെ അവർ പിന്നോക്ക വിഭാഗമാണ് എന്ന് പറയുകയാണ്. അതായത് വിജയ് ഷായ്ക്കെതിരെ പരാമർശം നടത്തിക്കൊണ്ട് ഒരു ജാതീയ പരാമർശത്തിലേക്ക് ഏതായാലും രാം ഗോപാൽ യാദവ് കടക്കുകയായിരുന്നു. ഇപ്പോൾ ഈ ഘട്ടത്തിൽ രാം ഗോപാൽ യാദവ് വിശദീകരണമായി രംഗത്ത് വന്നിട്ടുണ്ട്. താൻ അത്തരം ജാതീയ പരാമർശമല്ല നടത്തിയത്, തന്റെ വാക്കുകൾ വളച്ചൊടിച്ചു എന്ന പ്രതികരണമാണ് ഇപ്പോൾ രാം ഗോപാൽ യാദവിന്റെ ഭാഗത്ത് ഉണ്ടായിട്ടുള്ളത്. ഏതായാലും BJP UPയിലെ BJP ഘടകം ഈ വിഷയം ഏറ്റെടുത്തിട്ടുണ്ട്. യോഗി ആദിത്യനാഥ് അടക്കമുള്ളവർ കടുത്ത വിമർശനവുമായി ഇപ്പോൾ രംഗത്ത് വരികയും ചെയ്തിട്ടുണ്ട്.